ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് ചുമതലയേറ്റെടുത്ത് ഏതാണ്ട് 2 മാസമാകുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ലോകരാജ്യങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു പേര് അല്ലെങ്കിൽ ഒരു പ്രശസ്തി അതൊക്കെ നഷ്ടമായെന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ 5 ലക്ഷത്തോളം പേരാണ് അദ്ദേഹത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. ഹാൻഡ്സ് ഓഫ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പേരിലാണെന്ന് പറയപ്പെടുന്നു. എന്തായിരിക്കും ട്രംപിൻ്റെ ഒരു ഭാവി? ഈ പ്രകടനമൊക്കെ ഓർഗനൈസ് ചെയ്യുന്നത് നമ്മളുടെ സൊറോസ് ഗ്രൂപ്പുകളാണ്. അവർ മരിച്ചു പോയിട്ടൊന്നുമില്ല, അവരുണ്ട്. അവർ ഡൊണാൾഡ് ട്രംപിനെ വെല്ലുവിളിക്കാനോ മറിച്ചിടാനോ ഒക്കെ ആയിട്ടുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കും. അത് ഡൊണാൾഡ് ട്രംപിനും അറിയാം. ബട്ട് ട്രംപ് അമേരിക്കൻ ജനതയോട് പറയാനുള്ള കാര്യങ്ങൾ ശരിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. 5 ലക്ഷം പേരുടെ ജാഥ എന്ന് പറയുന്നത് അമേരിക്കയുടെ മൊത്തം ജനസംഖ്യ എടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയ ജാഥയാണ്. അതും ഒരു സ്ഥലത്ത് നടന്നത്. ട്രംപ് അമേരിക്കക്കാരോട് പറഞ്ഞിട്ടുള്ളത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, മാഗ. ഇത് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് ത്യാഗം സഹിക്കേണ്ടി വരും. ട്രംപിന് ലോകരാജ്യങ്ങളിടയ്ക്ക് പോപ്പുലാരിറ്റിയൊന്നും ആവശ്യമില്ല. ട്രംപിന് അമേരിക്ക ഗ്രേറ്റ് ആയാൽ മതി. ലോകരാജ്യങ്ങൾ നെറ്റിച്ചുളിക്കുകയോ നിലവിളിക്കുകയോ ഒന്നും ചെയ്യുന്നത് ട്രംപിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമില്ല. ട്രംപിന് അർജൻറ്റായിട്ട് $9.7 ട്രില്യൺ വേണം. അതായത് 2025 അമേരിക്കയുടെ ഡെറ്റ് ലോൺ അത് റീഫിനാൻസ് ചെയ്യേണ്ട അല്ലെങ്കിൽ റീസ്ട്രക്ചർ ചെയ്യേണ്ട സമയമാണ് 2025. അപ്പോൾ അത് നേരെ ചെയ്തില്ലെങ്കിൽ അമേരിക്കൻ എക്കോണമി തന്നെ തകർന്നു പോകും. അതിനായിട്ട് ട്രംപിന് ഈ കടുത്ത നടപടികൾ എടുക്കേണ്ടി വരും. അതും കൂടെ ചേർത്താണ് ഈ താരിഫ് യുദ്ധം ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. താരിഫ് യുദ്ധത്തിൽ തന്നെ നോക്കൂ, ട്രംപ് പല ഇളവുകൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. കാരണം മൊത്തം ഈ ഏർപ്പാട് തകർന്നു പോകരുത്, രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ്. അതേസമയം അമേരിക്കയ്ക്ക് മാക്സിമം ബെനിഫിറ്റ് കിട്ടുകയും വേണം ഈ 9.7 ട്രില്യൺ ഫൈനാൻസ് ചെയ്യാനായിട്ട്. ഫൈനാൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് കടം തീർക്കുകയല്ല, കടം ഒന്ന് റീസ്ട്രക്ചർ ചെയ്യുക എന്ന് പറയില്ല. ആ റീസ്ട്രക്ചർ ചെയ്യേണ്ട സമയമാണ് 2025. അതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഈ അൺപ്ലസൻറ്റ് ഡിസിഷൻസ് എടുക്കേണ്ടി വരുന്നു. അദ്ദേഹം അമേരിക്കൻ ജനതയോട് പറഞ്ഞു, താൽക്കാലികമായിട്ട് നമുക്കൊരു വിലക്കയറ്റം ഉണ്ടാകും. മേ ബി അതൊരു വർഷം വരെ നീണ്ടു നിന്നു എന്ന് വരാം. അത് കഴിയുമ്പോൾ ലുക്ക് അറ്റ് ദ ഫിഗേഴ്സ്, ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. ഇപ്പോൾ ട്രംപിനെ എല്ലാവരും വിമർശിക്കുന്നുണ്ട്. ഈവൻ എലോൺ മസ്ക് ഇതുവരെ വിമർശിച്ചിട്ടില്ലെങ്കിലും വിമർശിക്കേണ്ട ഘട്ടത്തിലാണ്. കാരണം ഈ നമ്മളുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇടിഞ്ഞപ്പോൾ വലിയ നഷ്ടമുണ്ടായത്, ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ഉണ്ടായത് മസ്കിനാണ്. എന്നിട്ടും മസ്ക് പിടിച്ചു നിൽക്കുന്നു. മസ്ക് ഡോജുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഡോജിലൂടെ ഇലോൺ മസ്ക് ചെയ്യുന്നത് എന്താ? ചിലവ് കുറയ്ക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ ചിലവ് ആവുന്നത്ര കുറച്ചു. USAID നിർത്തി, അത് നിർത്തി, ഇത് നിർത്തി, അത് ടെററിസത്തിന് ഉപയോഗിക്കുന്നു എന്നൊക്കെയുള്ള വേറെ കാര്യം. ബേസിക്കലി അവർക്ക് വേണ്ടത് അമേരിക്കയുടെ പൈസ പുറത്ത് പോകാതെ സംരക്ഷിക്കുക. അറ്റ്ലീസ്റ്റ് ഫോർ 2025 കഴിയുമ്പോൾ ചിലപ്പോൾ വീണ്ടും ഡൊണാൾഡ് ട്രംപ് USAID പുനഃസ്ഥാപിക്കുക, അത് അർഹതപ്പെട്ടവർക്ക് മാത്രം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് മെല്ലെ മെല്ലെ ഇങ്ങനെ ചെയ്യും. ട്രംപ് ഒരു പ്രസ്താവനയിൽ പറഞ്ഞു, ഈ ലോകത്തെ നിലനിർത്താനുള്ള ചുമതല അമേരിക്കയ്ക്ക് മാത്രമൊന്നുമല്ല, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 10 പൈസ ഒരു മനുഷ്യൻ കൊടുക്കില്ല. ട്രംപ് നമ്മുടെ പേരും പറഞ്ഞു. ഇന്ത്യ, ചൈന ഇവരൊക്കെ വലിയ രാജ്യങ്ങൾ, വലിയ പണക്കാരാണെന്നേ. അവരാരും 10 പൈസ തരുന്നില്ല. ഞാൻ വേൾഡിൻ്റെ ഹെൽത്ത് മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുന്നു, എനിക്ക് സൗകര്യമില്ല. ഞാൻ വേൾഡിനെ മുഴുവൻ സഹായിക്കണം, എന്ത് കാര്യം? ഞാൻ അണ്ടങ്കീറി നിൽക്കുക, എന്നിട്ടും ബാക്കിയുള്ളവർക്ക് കാശ് കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് പറ്റില്ല എന്നുള്ളതാണ് ട്രംപിൻ്റെ നിലപാട്. അത് അമേരിക്കൻ ജനത കഴിഞ്ഞ ഒരു സർവേയിൽ 64% ട്രംപിൻ്റെ കൂടെ സ്റ്റിൽ നിൽക്കുന്നു. അൺപ്ലസൻറ്റ് ഡിസിഷൻസിൻ്റെ കൂടെ അവർ നിൽക്കുന്നു. കാരണം ഒരു പെയിൻ കഴിഞ്ഞാലേ പിന്നെ നമുക്കൊരു പ്ലഷർ ഉണ്ടാവുള്ളൂ. ഇത്രയും കാലം ഈ ജോ ബൈഡനും ഇവരൊക്കെ തട്ടിക്കളിച്ച ഏർപ്പാടുണ്ടല്ലോ, അനാവശ്യമായിട്ട് മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് കച്ചറ ഉണ്ടാക്കുക, ഇതൊക്കെ അതെല്ലാം നിർത്തിവെച്ച് നമ്മളുടെ പൈസ നമുക്ക് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. നമ്മൾ ഗ്രേറ്റ് ആയി കഴിഞ്ഞാലേ പിന്നെ നാട്ടുകാരെ സഹായിക്കാൻ പറ്റുള്ളൂ.
ഇതാണ് ട്രംപിൻ്റെ. അത് ഒരു ജാഥ കൊണ്ടോ ഒരു ബഹളം കൊണ്ടോ ഒന്നും നിൽക്കുന്ന കാര്യമൊന്നുമല്ല. പക്ഷേ ഹാൻഡ്സ് ഓഫ് കാനഡ, ഹാൻഡ്സ് ഓഫ് ഗ്രീൻലാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ഈ പറയുന്ന പഴയ ഡീപ് സ്റ്റേറ്റുകാരാണ് എന്നാണോ പറയുന്നത്? ഈ ഇതിൽ ആരെന്ത് കളി കളിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ട്രംപ് തുടക്കത്തിൽ പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോൾ പറയുന്നില്ല. ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കും, ഇവരെ കാനഡയെ 51ാമത്തെ സ്റ്റേറ്റ് ആക്കി, ഇതുപോലത്തെ ഒരുപാട് ഷോക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രംപ് ഇറക്കിയിരുന്നു. ബട്ട് അതൊന്നും ഫോളോ അപ്പ് ചെയ്യുന്നൊന്നുമില്ല. അതൊക്കെ ഒരു റെട്ടറിക്കിൻ്റെ പാർട്ടായിട്ട് അങ്ങ് പോവുകയാണ്. ഇപ്പോൾ പലരും പല രീതിയിൽ ഷോക്കാവുന്നു. ഇപ്പോൾ ചൈന തിരിച്ച് അമേരിക്കയ്ക്ക് ഫ്ലാറ്റായിട്ട് 34% മറ്റോ താരിഫ് എല്ലാത്തിനും അങ്ങ് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചൈനയ്ക്കും ചെയ്യാൻ പറ്റില്ല. കാരണം ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ് രാജ്യങ്ങളെല്ലാം. അതുകൊണ്ട് ഈ പറഞ്ഞ താരിഫിൽ ഉറച്ചു നിൽക്കാനോ പിടിക്കാനോ ഒന്നും സാധ്യമല്ല. കുറച്ച് കഴിയുമ്പോൾ വിടും, പിടിക്കും, അത് ചെയ്യും. ട്രംപ് ഗാസയിൽ നോക്കും. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിച്ചോളണം, എല്ലാ ബന്ദികളെയും വിട്ടയക്കണം, ഇല്ലെങ്കിൽ ഗാസ ഞാൻ പൾവറൈസ് ചെയ്യും. ഇതൊക്കെ പറഞ്ഞതാണ് ആശാൻ. എന്തെങ്കിലും ചെയ്തോ? ഇല്ല, ചെയ്തില്ല. അപ്പോൾ പറയാൻ ഒരു നരേറ്റീവ്, ചെയ്യാൻ വേറൊരു നരേറ്റീവ്. ഇത് അത്ഭുതമൊന്നുമല്ല. ഇതൊക്കെ എല്ലാ രാജ്യങ്ങളും ഒക്കെ ചെയ്യുന്നതാണ്. നമ്മൾ ബംഗ്ലാദേശ് യൂനിസുമായിട്ട് കൈ കൊടുത്തില്ലേ മോദി? അതെ. മോദി പറഞ്ഞു അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് ഹിന്ദുക്കൾ, നിങ്ങൾ വല്ലാതെ ഉപദ്രവിക്കുന്നു. യൂനിസ് പറഞ്ഞു ഇല്ല, അതൊക്കെ എക്സാഗ്രേറ്റഡ് കഥകളാണ്, ഉണ്ട്, ബട്ട് വളരെ ചെറുതാണ്, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു. അല്ല, ഇന്ത്യ അത് ചെയ്യണം, ഇന്ത്യ ഇവരെ വിട്ടുകൊടുക്കണം, ഷെയ്ഖ് ഹസീനയും വിട്ടുകൊടുക്കണം. മോദിയൊന്നും മിണ്ടിയില്ല. എന്താ മൗനത്തിൻ്റെ അർത്ഥം? വിട്ടുകൊടുക്കുമെന്നാണോ കൊടുക്കില്ലെന്നാണോ? എങ്ങനെയും വ്യാഖ്യാനിക്കാം. അവിടെ വെച്ച് ആ സബ്ജക്റ്റ് സംസാരിക്കാൻ മോദി തയ്യാറില്ല, അത്രേ ഉള്ളൂ. അതേസമയം ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ താമസിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ കോൺട്രഡിക്ടറി ആണ് എന്ന് തോന്നും. അങ്ങനെയാണ്. കോൺട്രഡിക്ടറി ആയ സ്റ്റേറ്റ്മെൻറ്റ്സ്, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇതെല്ലാം സ്വന്തം രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാ രാഷ്ട്രത്തലവന്മാരും ഉപയോഗിക്കും. ഇന്നലെ ഒന്ന് പറയും, ഇന്നത് മാറ്റി പറയും, ഇനി ഞാൻ അങ്ങനെ പറഞ്ഞില്ല എന്ന് പറയും. ഇതെല്ലാം ഇൻ്റർനാഷണൽ ഡിപ്ലോമസിയിൽ പെട്ടതാണ്. ഈ നമുക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് ഒരു വാശിയുണ്ട്, അപ്പോൾ കൺസിസ്റ്റൻസി, പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുക. ഈ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നത് പലപ്പോഴും ഒരു നല്ല കാര്യമൊന്നുമല്ല. വെച്ച കാല് പുറകോട്ടെടുത്ത് മോദി തോറ്റില്ലേ, കാല് വെച്ച് തെറ്റിപ്പോയെങ്കിൽ അത് പുറകോട്ടെടുക്കണ്ടേ? അതല്ലേ ഒരു മനുഷ്യൻ്റെ ആത്മാർത്ഥത. അതോ ഇല്ല, ഞാൻ ഈ മറക്കടമുഷ്ടി പോലെ വെച്ച കാലം ഞാൻ പുറകോട്ടെടുക്കില്ല എന്ന് പറയുക, അതിൻ്റെ കുഴപ്പങ്ങൾ മുഴുവൻ സഹി. ഇതെന്തൊരുപാട്. യു ടേക്ക് ദാറ്റ് ഫീഡ്ബാക്ക്, വാട്ട് ഈസ് ദർ? ഇതാണ് ഇൻ്റർനാഷണൽ ഡിപ്ലോമസി. ഇത് മനസ്സിലാവാത്ത ആൾക്കാർ മാക്സിമം ഉള്ളത് കേരളത്തിലാണ്. വാക്ക് പാലിക്കണ്ടേ, നമ്മൾ പാലസ്തീന് കൊടുത്ത വാക്കാണ്. ആരാണ് ചരിത്രത്തിൽ വാക്ക് പാലിച്ചിട്ടുള്ളത്? വാക്ക് പാലിക്കുന്നത് നമുക്ക് ലാഭമാണെങ്കിൽ നമ്മൾ പാലിക്കും, അല്ലെങ്കിൽ നമ്മൾ ആ വാക്കിന് വില കൊടുക്കില്ല. ഇതൊക്കെ ഇൻ്റർനാഷണൽ ഡിപ്ലോമസിയിലുള്ള സ്വന്തം രാജ്യത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുക. ഇതാണ് ഇൻ്റർനാഷണൽ ഡിപ്ലോമസി, അല്ലാതെ വേറെ ഒന്നുമല്ല. അതിന് വേണ്ടിയിട്ട് നുണ പറയേണ്ടടുത്ത് നുണ പറയും, വാക്ക് മാറ്റേണ്ടടുത്ത് വാക്ക് മാറ്റും, ഇതൊക്കെ ചെയ്യും. വലിയ പ്രിൻസിപ്പിൾ പ്രസംഗിക്കാൻ അതിനും ഒരു പ്ലാറ്റ്ഫോമുണ്ട്, യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി, ഉങ്ക. അവിടെ നിങ്ങൾക്ക് ബുദ്ധൻ, യേശു ക്രിസ്തു, ഗാന്ധി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രസംഗം നടത്താം. മോദിയും നടത്താറുണ്ട്. ബട്ട് ആ പ്രസംഗത്തിനൊന്നും ഒരു വിലയുമില്ല. ആ പ്രസംഗം അച്ചടിച്ച് വിതരണം ചെയ്യപ്പെടും, അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ചെവിയിൽ വെച്ച് കേൾപ്പിക്കും പല ഭാഷകളിൽ. ഒരു മര്യാദ വിചാരിച്ചിട്ട് അതിനൊരു ഡിക്കോറമൊക്കെ ഉണ്ട്. ഇത്ര ആൾക്കാർ പ്രസൻ്റ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്, ഇന്ന സ്ഥലത്ത് കൈയടിക്കണം, ഇതൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. ഇന്ന സെൻറ്റൻസ് വരുമ്പോൾ നിങ്ങൾ കൈയടിക്കണം, അപ്പോൾ കൈയടിക്കും. ഇങ്ങനെ അതൊരു അറേഞ്ച്ഡ് ഷോയാണ്. നമ്മുടെ ഈ ഐഡിയ സ്റ്റാർ സിംഗർ എന്നൊക്കെ പറയില്ലേ, എപ്പോൾ ചിരിക്കണം, എപ്പോൾ കരയണം, ഇതൊക്കെ നേരത്തെ ആൾക്കാർ കാണുമ്പോൾ ഇത് ലൈവാണ്. വാസ്തവത്തിൽ അത് ലൈവല്ല. പല ആൾക്കാർ നടത്തുന്ന ഈ സംഗീത മത്സരമൊന്നും ലൈവല്ല. ആ ഓഡിയൻസിനെ വീട്ടിൽ പോയി ഇൻവൈറ്റ് ചെയ്ത് ടെമ്പോയൊക്കെ ഇട്ട് കൊണ്ടുവന്നിട്ട് ഭക്ഷണം അത് ഇതൊക്കെ കൊടുത്ത് മാന്യമായിട്ട് ചേച്ചിക്ക് ഇന്ന പാട്ട് വരുമ്പോൾ ഒന്ന് കരയാമോ, ഒന്ന് കരഞ്ഞ് കാണിച്ച്, അപ്പം ചേച്ചി അയ്യേ ഈ ചേച്ചി വേണ്ട, മറ്റേ ചേച്ചി വിളിക്കും. ഇതെല്ലാം റിഹേഴ്സ് ചെയ്ത് റെഡിയാക്കിയിട്ടാണ്
ഈ ഷോ കാണിക്കുന്നത്. നമ്മൾ കാണുമ്പോൾ അത് ലൈവാണ്, യോ പാവം ചേച്ചി കരയുന്നുണ്ടോ എന്നൊക്കെ പറയും. ഇതെല്ലാം പ്രീ ഡിറ്റർമിൻഡ് ആണ്, റിഹേഴ്സലൊക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇതുപോലെയാണ് ഈ UN ജനറൽ അസംബ്ലി പറയുന്ന ഏർപ്പാട്. ഇതിൻ്റെയൊക്കെ റിഹേഴ്സൽ നേരത്തെ തന്നെ 3 ആഴ്ചയ്ക്ക് മുമ്പ് ഈ നമ്മൾ മോദിയാണ് സംസാരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം 3 ആഴ്ച മുമ്പ് UN ജനറൽ അസംബ്ലിയിൽ സെക്രട്ടേറിയറ്റിൽ എത്തണം. അതിൻ്റെ പ്രിൻ്റഡ് കോപ്പി വേണമെന്നുള്ളവർക്ക് പ്രിൻ്റഡ് കോപ്പി, അത് ഇംഗ്ലീഷിലെങ്കിൽ ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്പാനിഷ്. ലോകത്തെ ഏറ്റവും അധികം ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ സ്പാനിഷാണ്. പലർക്കും ഒരു തെറ്റിദ്ധാരണ ഇംഗ്ലീഷാണ്. അല്ല, സ്പാനിഷാണ്. രണ്ടാമതേ ഉള്ളൂ ഇംഗ്ലീഷിൻ്റെ സ്ഥാനം. അപ്പോൾ ഇതെല്ലാം ചെയ്യും. അതുകൊണ്ട് ട്രംപ് നേരത്തെ പറഞ്ഞത് ഇപ്പോൾ പാലിക്കുന്നില്ല, ട്രംപിൻ്റെ പോപ്പുലാരിറ്റി കുറഞ്ഞൊക്കെ 4 വർഷം അങ്ങയുടെ കയ്യിലുണ്ട്. 4 വർഷത്തിനുള്ളിൽ ഇവരാരും ഒന്നും ചെയ്യാനൊന്നുമില്ല. സോ ഹീ വിൽ ബി ഡൂയിങ് വാട്ട് എവർ ഈസ് റിക്വയർഡ് ഫോർ ഹിസ് കൺട്രി. അപ്പം ഈ രാജ്യത്തെ രക്ഷിക്കാനുള്ള നടപടിക്രമങ്ങളുമായിട്ട് ട്രംപ് മുന്നോട്ട് പോകും. ഈ പ്രതിഷേധമൊക്കെ ആര് തണുക്കും എന്ന് പറഞ്ഞു വെച്ച് നിർത്താൻ പറ്റും. ആരെ തണുക്കൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ഇവർ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.